ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ഞാനും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിട്ടോ. എന്താ അത്ര ഡിലേ ആയതെന്ന് വെച്ചാൽ ജനുവരി 8 തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് കേട്ടോ. ജനുവരി 8 എന്താ അത്ര പ്രത്യേകത എന്നല്ല ആലോചിക്കുന്നത്. ജനുവരി 8 അതായത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് പിറന്നാളിൻ്റെ തന്നെ നല്ല ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിഷൻ ബോർഡ് സെറ്റാക്കണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് വിഷൻസ് വേണം അല്ലേ. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വർഷത്തിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഈ പിക്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന്, നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന, അതായത് ബേസ് ഇല്ല അതിൻ്റെ, അത് DIY ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. സാധാരണ എല്ലാവരും ക്യാൻവാസും ഫോം ബോർഡും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗോൾസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അത് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യുന്നത്, പിന്നെ മെയിനായിട്ട് എന്താണ് വിഷൻ ബോർഡ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻസ് കാണും. ഈ വർഷം ചെയ്ത് തീർക്കണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യം. എന്തായാലും അങ്ങനെയൊന്നും വിചാരിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പം അതെല്ലാം കൂടി ഒരു ബോർഡിലാക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ ബെനിഫിറ്റാണ്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാനിങ്ങനെ എൻ്റെ ഓരോ പ്ലാനിങ്ങും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഫിനാൻസ്, ട്രാവല്, പിന്നെ ഒരു ജോബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ ഹോബീസും അങ്ങനത്തെ എല്ലാം എഴുതി കൊടുക്കട്ടോ. ഇനി നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ എഴുതി വെച്ചതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അന്നേരം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ നിസ്കാരം. അപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പിക്ക് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അത് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ നമ്മൾ ദിവസവും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ ചെയ്യാനും. ഓരോ ടൈമും ഡിലേ ആവാണ്ട് ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യണം. ചില സമയത്ത് നമ്മൾ മടി പിടിച്ചിരിക്കല്ലോ, എനിക്ക് തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഭയങ്കര ലേസി ആവുന്ന സമയത്ത് ഈ ഒരു വിഷൻ ബോർഡിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ വന്നിട്ട് ആ ഒരു ടൈമിൽ പോയി നിസ്കരിക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ നമാസ് ഫോർ വിഷൻ ബോർഡ് എന്നുള്ളത് സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ കുറേ വന്നു. അതിൽ ഫസ്റ്റ് തന്നെ കാണുന്നതാണ് ഞാൻ പിന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തത്. പിന്നെ മസ്റ്റായിട്ട് വേണ്ട കാര്യമാണല്ലോ 2025 എന്ന് എഴുതിയിട്ടുള്ളൊരു ടെക്സ്റ്റ്. അത് വിഷൻ ബോർഡിൽ സെൻറ്ററിൽ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. 2025 എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ ഇതുപോലെ കുറേ തീമുകൾ വരും. അപ്പോൾ അതിൽ കുറച്ചൊരു ബോൾഡായിട്ടുള്ളൊരു ടൈപ്പാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പം ഞാൻ പിന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുത്തു. പിന്നെ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് സ്കിൻ കെയർ. അത് ഞാനിപ്പോൾ എത്ര വിചാരിച്ചാലും 1-2 ദിവസമൊക്കെ ചെയ്യുന്നല്ലാണ്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫസ്റ്റത്തെ ഒരു വീക്കൊക്കെ ചെയ്ത് പിന്നത്തെ വീക്കിലേക്ക് പിന്നെ മടിയായിരിക്കും. അപ്പോൾ ആ ഒരു മടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്കിൻ കെയറിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ കേസ് മാത്രമല്ല എല്ലാവരെയും അവസ്ഥ തന്നെയാണെന്നാണ്. സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഫസ്റ്റ് നല്ല ഉഷാറായിരിക്കും, പിന്നെ നമ്മളിത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ ഒരു ഹോം മെയ്ഡ് റെമഡീസ് ആണെങ്കിലും അല്ലാണ്ട് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, അങ്ങനെയുള്ള കാര്യമൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യം വാങ്ങുന്ന സമയത്ത് കുറച്ചൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇട്ട് പോകും. പക്ഷേ പിന്നെ പുറത്ത് പോകുമ്പോൾ ഒന്നും ഞാൻ ഇടില്ല. അത് സൺസ്ക്രീൻ ആയാൽ പോലും പിന്നെ മറന്നു പോകും. പിന്നെ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്, എല്ലാവരും വിഷൻ ബോർഡിലും ഈ ഒരു വിഷൻ എന്തായാലും ഉണ്ടാവും. ട്രാവൽ, എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു വേറൊരു കൺട്രി വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ട്രാവൽ എന്ന് അടിച്ചിട്ട് ഈ പ്ലെയിനിൻ്റെ ആ ഒരു വിൻഡോ സീറ്റില്ലേ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനും കൂടിയും ഡൗൺലോഡ് ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കാം. പിന്നെ ട്രാവൽ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ കൂടെ ആ ഒരു പിക്ക് എടുത്തിട്ട് വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഇതാണ് കേട്ടോ എടുക്കുന്നത്. കപ്പഡോക്കിയയിലുള്ള ഈ ഒരു ഹോട്ട് എയർ ബലൂൺസിൻ്റെതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഫിനാൻസാണ്, നമ്മളെ കയ്യിലേക്ക് മണി വരുന്നത് നമുക്കൊന്ന് മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനതിന് ബെറ്റർ ഫിനാൻസ് ഫോർ വിഷൻ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കീവേഡ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നോളൂ. ഈ ഒരു സെൻറ്റൻസ് തന്നെ അടിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിൽ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ എന്തെങ്കിലും ബഡ്ജറ്റിങ്. ഇപ്പോൾ നമ്മൾ ഒരു മന്ത്ലി ബഡ്ജറ്റൊക്കെ വെക്കുന്നത് നല്ലതാണല്ലോ. നമ്മളെ സ്പെൻഡിങ്
എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ, അതിനൊരു ലിമിറ്റ് വെക്കാനൊക്കെ ബജറ്റിങ് സഹായിക്കുമല്ലോ. പിന്നെ കൺസിസ്റ്റൻസി എന്നുള്ള ഒരു ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്തു. നമ്മളെന്ത് ചെയ്യുമ്പോഴും ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണമല്ലോ. പിന്നെ ഗോൾ ഗ്രാറ്റിറ്റ്യൂഡ്, അത് ഞാൻ ആ ഒരു നിസ്കാരത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഫിനാൻസിൻ്റെ ഈ ഒരു പിക്ക് ഫിനാൻസുമായിട്ട് റിലേറ്റഡ് ആണ്, അപ്പോൾ അതും ഡൗൺലോഡ് ചെയ്തു. പിന്നെ ആ ഒരു കയ്യിൽ കുറച്ച് പൈസൻ്റെ ആ ഒരു ഇതില്ലേ, അതും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. പിന്നെ ജോബിൻ്റെ എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സെക്യൂർഡ് ജോബ് ഫോർ വിഷൻ ബോർഡിന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പിന്നെ വരുന്നത് ഈ ഹോബി സെക്ഷനാണ് കേട്ടോ. പിന്നെ എൻ്റെ ക്രാഫ്റ്റ്, മെഹന്തി, പിന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോബീസ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തെങ്കിലും ഹോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ചെയ്യുന്നതും ഈ ഒരു ഇയറിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അതും ആഡ് ചെയ്യുന്നത്. പിന്നെ ക്രാഫ്റ്റ്, മെഹന്തി, ക്ലേൻ്റെത്, പിന്നെ ക്രോഷേ, പിന്നെ ജേർണലിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബുക്ക് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോവൽസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കും. എനിക്ക് ബുക്സ് ഇങ്ങനെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ഈ ഫോണിലൊക്കെ വായിക്കുന്നതിനെക്കാട്ടിലും ബുക്സായിട്ട് തന്നെ വായിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു ബുക്കിൻ്റെ ആ ഒരു വായിച്ച ഫീലിംഗ് കിട്ടുള്ളൂ ബുക്കിൽ വായിക്കുമ്പോൾ. അപ്പം ആ ഒരു ടൈപ്പ് തീമും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ റിഗാർഡ് ചെയ്തിട്ടുള്ള കുറച്ച് കോഡ്സും ഡൗൺലോഡ് ചെയ്യണം. നമാസ്, പിന്നെ മണി റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളായിട്ടുള്ള കുറച്ച് കോഴ്സുകളും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ യൂസ് ചെയ്യുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് A3 ഡോക്യുമെൻ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഓപ്പണായി വരുന്നതിൽ താഴെ പോയാൽ അപ്ലോഡ്സ് എന്നുള്ളത് കാണാം. അപ്ലോഡ്സ് പോയിട്ട് പിന്നെ അപ്ലോഡ് ഫയൽ എന്നുള്ളൊരു ഇത് കാണാം. അപ്പോൾ അതിൽ ഡിവൈസിൻ്റെത് കാണാം. ഡിവൈസിൽ നിന്ന് എടുത്തിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗാലറിയിൽ വന്ന് എടുക്കുന്നുണ്ടാവും. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ഒരു വൈറ്റ് പേപ്പറില്ലേ A3 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞില്ല, അതിലേക്ക് ഓരോന്നായിട്ടാണ് നമ്മളിതിലേക്ക് എടുത്തിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ് സ്റ്റൈലൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും വെക്കാം. നമുക്ക് വേണ്ട ഒരു സൈസിനനുസരിച്ച് ചെറുതും വലുതും ഒക്കെ ആക്കിയിട്ട് വെച്ച് നോക്കുക. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കുക നമ്മൾ. കാരണം എൻ്റെ ഈ ഇതിലുള്ള പിക്ചേഴ്സിൻ്റെ എണ്ണവും നിങ്ങളുണ്ടാകുന്ന എണ്ണവും ഗോൾസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വെക്കുന്ന മാതിരി തന്നെ വെച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവണമെന്നില്ല. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഫുള്ളാക്കി വെച്ച് നോക്കുക. ഇനി നമുക്കിത് ഒന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിന് ഏറ്റവും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന സെൻഡ് എന്നുള്ളൊരു ഓപ്ഷനല്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് കാണും. ഡൗൺലോഡ് എടുത്താൽ PDF പ്രിൻ്റ് എന്ന് കാണും. അതാണ് പ്രിൻ്റ് എടുക്കാൻ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് കോഡ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാണല്ലോ, അത് ഞാൻ ഈ ഒരു ഇതിൽ വെച്ചില്ല. ഞാൻ സെപ്പറേറ്റ് ഒരു A4 പേജ് എടുത്തിട്ട് അതിൽ എഡിറ്റ് ചെയ്തിട്ട് വേറെ പ്രിൻ്റ് എടുത്താണ്. ചിലപ്പോൾ ആ കോഡ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്പേസ് ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണ് കോഡ്സ് ഞാൻ സെപ്പറേറ്റ് എടുത്തത്. ഈ സെയിം മെത്തേഡിൽ തന്നെ എടുത്ത് ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കൂടി ഈ ഒരു ഇതിൽ A3 ഷീറ്റിൽ കൊള്ളുന്ന രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ അതൊക്കെ സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്യാൻവാസും ഫോം ബോർഡൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് വീട്ടിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചാർട്ട് പേപ്പർ വേണം നമുക്ക്. നമ്മൾ ഈ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടും. ആദ്യമൊക്കെ 5 രൂപേനും, ഇപ്പോൾ 10 അപ്പം ഈ ഒരു ചാർട്ട് പേപ്പർ വാങ്ങുക, വൈറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാർഡ് ബോർഡാണ്. നമുക്ക് വീട്ടിലുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൈപ്പ് നോർമൽ ടൈപ്പ് കാർഡ് ബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാർഡ് ബോർഡിൻ്റെ സൈസിൽ ഈ വൈറ്റ് ചാർട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്.
ഗൈസ്, അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് നമ്മളെ വിഷൻസൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. കട്ട് ചെയ്യാണ്ട് തന്നെ ഒട്ടിക്കട്ടോ. കട്ട് ചെയ്ത് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പം കട്ട് ചെയ്യാണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് രീതിയിലാണോ നമുക്ക് ഈ അറേഞ്ച് ചെയ്തിട്ട് ബോർഡിൽ വെക്കേണ്ടത് ആ സെയിം രീതിയിൽ തന്നെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് എടുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ബോർഡിലേക്ക് വെക്കുമ്പോൾ നല്ലോണം സെറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഫീല് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് ഈ വിഷൻ ബോർഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഈ മെയിനായിട്ട് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു വിഷനാണല്ലോ. നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലോങ് ടേം ഗോളാണ് വിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ലോങ് ടേം ആയിട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ തന്നെ നമ്മളിപ്പം ഈ ഒരു വർഷത്തിൽ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്ന് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സെയിം റുട്ടീനിൽ തന്നെ സ്റ്റെക്കായ പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ ചെയ്യാൻ കഴിയില്ല. പുതിയതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, പഴയ തന്നെ പിന്നെയും റിപ്പീറ്റായിട്ട് ചെയ്തു പോവുകയാണ്. പുതിയൊരു റൂട്ടീൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മളെ ഡ്രീംസൊക്കെ എത്രയോ അകലാണെന്നുള്ളൊരു തോന്നൽ. ഞാനിതുപോലെ സ്റ്റെക്കായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷൻ ബോർഡിനുള്ളൊരു കോൺസെപ്റ്റിൻ്റെ മൈൻഡിലേക്ക് വന്നത്. നമ്മൾ ഈ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ വിഷൻ ബോർഡ്. അതായത് യു ഹാവ് ദ പവർ ടു ഷേപ്പ് യുവർ ഫ്യൂച്ചർ. നമ്മൾ തന്നെ ചെയ്യണം, നമുക്കതിനുള്ള പവറുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണം. വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കും, അതൊക്കെ വെറുതെ ആണെന്നുള്ളൊരു തോന്നലൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ബട്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിഷൻ ബോർഡിൽ നമ്മൾ ഗോൾസ് ആണല്ലോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഈ ഇയറിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ അതിൽ പിക്ചറാക്കിയിട്ട് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഈ വിഷൻ ബോർഡിൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഡെയിലി മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഗോൾസ് ഡെയിലി കാണാണല്ലോ. അപ്പോൾ നമ്മുടെ മൈൻഡിന് തന്നെ ഒരു വിശ്വാസം വരും നമുക്കിത് പറ്റുമെന്ന്. ഓക്കെ, വിഷൻ ബോർഡ് പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് പിക്ചേഴ്സ്. പക്ഷേ ഇത് നമ്മളൊരു പേഴ്സണൽ റോഡ് മാപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മളെ ഡെയിലി ഗോൾസ് എല്ലാം ഡെയിലി കാണാം, അത് ഫീൽ ചെയ്യാം, പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആണെന്ന് വിചാരിക്കേണ്ട. ഉള്ള കാര്യം പറയുകയാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാം കേട്ടോ, എൻ്റെ മൈൻഡിൽ വരുന്ന കാര്യം പറയുകയാണ്. എനിക്ക് ഈ വിഷൻ ബോർഡിനോടുള്ളൊരു കാഴ്ചപ്പാടാണ് കേട്ടോ ഞാൻ ഈ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ ഈ വിഷൻ ബോർഡ് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ കേട്ടോ, നമുക്ക് നമ്മളെ സെൽഫ് ബിലീഫ് ഇൻക്രീസ് ചെയ്യാനും കൂടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് നമ്മളെ ബ്രെയിനിന് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഇയറിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വിഷൻ ബോർഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് പ്രൗഡ് ആകാലോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ഈ വിഷൻസ് ഒന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അതായത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഈ വിഷൻ ബോർഡിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾ പറയാണ് ഓൾക്കത് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ട്. ബട്ട് ഓളെ ഗോൾസൊക്കെ വെച്ച് വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഇയറിൻ്റെ എൻഡിൽ അതൊന്നും നടന്നില്ലെങ്കിൽ പിന്നെ ഓൾക്കതൊരു ടെൻഷൻ ആവില്ലേ എന്നാണ് ഓൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു തോട്ട് വരാൻ കാരണം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ഇതുപോലെ വിഷൻ ബോർഡൊന്നും സെറ്റ് ചെയ്തില്ല. പക്ഷേ നമുക്ക് ഉള്ളിൽ പ്ലാൻസ് ഉണ്ട്, നമ്മൾ മൈൻഡിൽ എവിടെ ഒരു മൂലയിൽ പൊടി പിടിച്ച് കിടക്കായിരിക്കും. നമ്മൾ ഒരു വട്ടം അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ആലോചിക്കും, പിന്നെ അങ്ങ് മറന്നു നോക്കും. അങ്ങനെ ആകുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുകയില്ല. ആ ഒരു ടൈമിൽ നമുക്ക് നല്ല ഇൻസ്പിറേഷൻ ആവും, പിന്നെ നമ്മൾ അതിനെപ്പറ്റി കംപ്ലീറ്റ്ലി മറന്നു പോകണമല്ലോ. അപ്പോൾ നമ്മളെ ഡ്രീംസ് ഒന്നും ഇത്രയും കാലം നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ടാവില്ല, ആ ടൈപ്പുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഗോൾസ് ഡെയിലി കാണുകയാണ് ചെയ്യുന്നത്. ഡെയിലി നമ്മൾ കാണുമ്പോൾ ഒരു ഡെയിലി റിമൈൻഡർ നമുക്ക് വരുന്നുണ്ട്, എനിക്കിതൊക്കെ ചെയ്യാമെന്ന് പറ്റുമെന്നുള്ളൊരു റിമൈൻഡർ നമ്മൾ ഉള്ളിൽ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ മൈൻഡിൽ എപ്പോഴും അത് ആക്റ്റീവായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും തുടങ്ങി വെക്കെങ്കിലും ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചാൽ ബാക്കി പിന്നെ അതങ്ങ് നടന്നു പോയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇയർ എൻഡിൽ നോക്കുമ്പം കുറച്ചൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിലും എന്തായാലും അതിലും കൂടുതൽ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക. പിന്നെ വിഷൻ ബോർഡ് ചെയ്തില്ലെങ്കിൽ നമ്മളിത് ഇത്ര പോലും ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല.
സോ മടിച്ചിരിക്കാണ്ട് എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്ക്. നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെ നടക്കും എന്തൊക്കെ നടക്കില്ല. എന്തൊക്കെയോ പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മളെ വിഷൻ ബോർഡിൻ്റെ. ഇനി ഇത് എനിക്ക് ആ ഒരു വാളിൽ ഒട്ടിച്ച് കൊടുക്കണം. വാളിൽ കുറച്ചുകൂടി ഒരു മുകളിൽ വരുന്ന രീതിയിൽ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം ഞാൻ 2 സൈഡിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി അത് വാളിലൊക്കെ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കിടക്കുമല്ലോ. അപ്പോൾ ആ 4 പോർഷനിലും ചെറിയ ഇതുപോലത്തെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി വിഷൻ ബോർഡൊക്കെ സെറ്റാക്കി. ഇനി എൻ്റെ കയ്യിലൊരു ക്രീപ്പർ ഉണ്ട്. ഇത് ആ വാളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം. അതിൻ്റെ എഡ്ജ് ഞാൻ സെലോ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ക്രീപ്പേഴ്സൊക്കെ വാളിൽ നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് ഞാനൊരു സാധനം, ഒരു ഹുക്ക് മതിയുള്ള സാധനം വാങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റർ പോർഷനൊക്കെ അവിടെ വെച്ച് കൊടുത്തത്. പിന്നെ ഞാൻ ആ വിഷൻ ബോർഡ് മേലെ കൂടി അതിൻ്റെ ഒരു അറ്റം തൂക്കിയിട്ട് നോക്കി. പക്ഷേങ്കിൽ ആ ഒരു വൃത്തി തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കി. അപ്പോൾ ഫൈനലി നമ്മളെ റൂം ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിഷൻ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതും പിന്നെ അതിന് പറഞ്ഞ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എക്സ്പ്ലനേഷനിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതൊരു നിങ്ങൾക്കൂടി ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തത്. എനിക്ക് മൈൻഡിൽ വന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞേക്കും. അപ്പം എല്ലാവരും ഇതുപോലത്തെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.